നമസ്കാരം. ബ്രില്യൻസ് അക്കാഡമിയുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് +2 പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, കേരളത്തിലെ +2 റിസൾട്ട് വന്നപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ റിസൾട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അതായത് ഹയർ സെക്കൻഡറി ലെവലിൽ 78.64%, VHSC ലെവലിൽ 71.42%, അതോടൊപ്പം തന്നെ ഓപ്പൺ സ്കൂളിൽ വെറും 40.61% വിദ്യാർത്ഥികൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അതിനാൽ തന്നെ ഫലത്തിൽ പറയുകയാണെങ്കിൽ 4/1 വിദ്യാർത്ഥികളും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം വിദ്യാർത്ഥികൾക്ക് ഈ വർഷം തന്നെ ഏറ്റവും എളുപ്പത്തിൽ +2 വിജയിക്കാനുള്ള ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ, അതായത് NIOSനെ കുറിച്ച് നമുക്കെല്ലാവർക്കും ഇന്ന് സുപരിചിതമാണ്. 1989 കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിന് കീഴിലാണ് NIOS എന്ന സ്വതന്ത്ര സ്ഥാപനം ആരംഭിച്ചത്. ഈ NIOS വഴി നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, ഒരു വർഷത്തെ +2ഉം 6 മാസത്തെ +2ഉം എല്ലാം പല വിദ്യാർത്ഥികളും ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ട് തുടർ പഠനങ്ങളിലൊക്കെ പല കോഴ്സുകളിലേക്കും ജോയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ ഓൺ ഡിമാൻഡ് എന്നുള്ള ഒരു പരീക്ഷാ സമ്പ്രദായമുണ്ട്. ഈ പരീക്ഷാ സമ്പ്രദായത്തിലൂടെ കേവലം 2 മാസം കൊണ്ടോ അല്ലെങ്കിൽ 45 ദിവസങ്ങൾ കൊണ്ടോ +2 പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സുഗമമായിട്ട് പരീക്ഷ പാസ്സാവാനുള്ള അവസരം ആണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, +2 പരാജയപ്പെട്ട് കഴിഞ്ഞ വിദ്യാർത്ഥികൾ സേ പരീക്ഷ എഴുതാറുണ്ട്. സേ പരീക്ഷയിലും പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾ വീണ്ടും ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറുമായിട്ട് അപ്പിയർ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പ്രാവശ്യം കൂടുതൽ വിഷയങ്ങൾ പരാജയപ്പെട്ടവർക്കും സേ പരീക്ഷകൾക്ക് അപേക്ഷിക്കാൻ കഴിയാതെ പോയവർക്കും ഈ അസുലഭ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതായത് നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വിദ്യാർത്ഥി ഇപ്പോൾ കേരള +2ൽ 4 വിഷയങ്ങൾക്ക് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറുമായിട്ട് 8 വിഷയങ്ങൾ പരീക്ഷ എഴുതേണ്ടി വരുന്ന സ്ഥാനത്ത് NIOSൽ നിങ്ങൾക്ക് വെറും 5 വിഷയം മാത്രമേ പാസ്സാവാൻ ആവശ്യമുള്ളൂ. അതിൽ തന്നെ നിങ്ങൾ പാസ്സായ 2 വിഷയങ്ങൾ ക്രെഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് കേവലം വെറും 3 വിഷയങ്ങൾ മാത്രം എഴുതിക്കൊണ്ട് വളരെ സുഗമമായിട്ട് നിങ്ങൾക്ക് +2 പാസ്സാവാനുള്ള അപൂർവ അവസരം കൈവന്നിരിക്കുകയാണ്. ഈ അവസരം വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് NIOS +2 പരീക്ഷ പാസ്സാവുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കേരള ഗവൺമെൻറ് +2 പോലെ തന്നെ, അല്ലെങ്കിൽ CBSEൻ്റെ +2 പോലെ തന്നെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബോർഡിൻ്റെ +2 പോലെ തന്നെ പാസ്സാവുന്ന വിദ്യാർത്ഥികളെ പോലെ തുടർ പഠനത്തിനും ജോലിക്കും ഇന്ത്യയിലും വിദേശത്തും ഏത് യൂണിവേഴ്സിറ്റികളിലും തുടർ പഠനത്തിന് സാധ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ സർക്കാർ ജോലികൾക്കും വിദേശ ജോലികൾക്കും എല്ലാം നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തുന്നതാണ്. അതിനാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പ്രസ്തുത കോഴ്സിൻ്റെ അഡ്മിഷൻ എരഞ്ഞിപ്പാലം ബ്രില്യൻസ് അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 23 വർഷമായി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ NIOS പരീക്ഷ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്രില്യൻസ് അക്കാഡമി ഈ കോഴ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അഡ്മിഷന് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. താങ്ക് യു.